ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ജൂലൈ 2 മുതൽ 6 വരെ എഡ്ജ്ബാസ്റ്റൺ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. പരമ്പരയിലെ രണ്ടാമത്തെ മത്സരമാണിത്. പരമ്പരയിലെ ആദ്യ മത്സരം ലീഡ്സ് ഗ്രൗണ്ടിലായിരുന്നു നടന്നത്. ഈ മത്സരത്തിൽ ടീം ഇന്ത്യ 5 വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു. എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിനെ കുറിച്ച് നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരമ്പരക്കായി ടീം ഇന്ത്യയുടെ മാനേജ്മെന്റ് ഒരു പുതിയ ടീമിനെ രൂപീകരിച്ചുവെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. അടുത്ത മത്സരത്തിൽ നിന്നും 7 കളിക്കാരെ മാനേജ്മെന്റ് പുറത്താക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത മത്സരത്തിൽ ടീം ഇന്ത്യയുടെ മാനേജ്മെന്റ് ടീമിൽ വലിയ മാറ്റം വരുത്താനായി ഒരുങ്ങുകയാണ് എന്നും റിപ്പോർട്ടുണ്ട്. വാസ്തവത്തിൽ ഈ കളിക്കാരെല്ലാം ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടില്ല എന്നതാണ് വസ്തുത. അഭിമന്യു ഈശ്വർ, ധ്രുവ് ജൂറൽ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ് തുടങ്ങിയ കളിക്കാർ ഇംഗ്ലണ്ടിനെതിരെയുള്ള അടുത്ത മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പകരം അടുത്ത ടെസ്റ്റിനുള്ള ടീം ഇന്ത്യൻ മാനേജ്മെന്റ് പ്രഖ്യാപിക്കുന്ന പ്ലേയിങ് 11-ൽ നിരവധി മികച്ച കളിക്കാർക്ക് അവസരം നൽകും. മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് യശസ്വി ജയ്സ്വാളിനും KL രാഹുലിനും പ്ലേയിങ് 11-ൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായി മാനേജ്മെന്റ് അവസരം നൽകും. ഇതിനുശേഷം സായ് സുദർശൻ 3-ാം നമ്പറിലും ശുഭ്മാൻ ഗില്ല് 4-ാം നമ്പറിലും ബാറ്റിംഗിനിറങ്ങും. ഋഷഭ് പന്ത് 5-ാം നമ്പറിലും കരുൺ നായർ 6-ാം നമ്പറിലുമായിരിക്കും അവസരം നൽകുക. പരിചയസമ്പന്നനായ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ 7-ാം നമ്പറിൽ കളിക്കാനിറങ്ങും. ഷർദുൽ ഠാക്കൂർ 8-ാം നമ്പറിലും ആകാശ്ദീപ്, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ 9, 10, 11 സ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനിറങ്ങും. എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ 11 നോക്കാം. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ശുഭ്മാൻ ഗില്ല്, ഋഷഭ് പന്ത്, കരുൺ നായർ, രവീന്ദ്ര ജഡേജ, ഷർദുൽ ഠാക്കൂർ, ആകാശ്ദീപ്, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.